പ്രൈസ് ദി ലോർഡ്. ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന VKS ദേശനിവാസികൾക്ക് ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ജനനം മുതൽ മരണം വരെ അല്ലെങ്കിൽ മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിത ചക്രത്തിലൂടെയാണ് മനുഷ്യജീവിതം കടന്നു പോകുന്നത്. ആ യാത്രയിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്യേണ്ടതായിട്ട് വരുന്നു. എന്നാൽ ഒരു ശതമാനം ആളുകൾ അതില് ആ പ്രതിസന്ധികളെ ഒന്നും തരണം ചെയ്യാൻ കഴിയാതെ ഇനി മുന്നോട്ടേക്ക് ഒന്നുമില്ല എന്നുള്ളൊരു ആ ഒരു അറിവില് അവര് ആ യാത്ര അവസാനിപ്പിക്കുന്നു. എന്നാൽ മറ്റൊരു കൂട്ടം ഒരു ശുഭഭാവി അല്ലെങ്കിൽ ഒരു ശുഭപ്രതീക്ഷയോടെ എന്നെങ്കിലും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഞങ്ങൾക്കും ഒരു നല്ല കാലം അല്ലെങ്കിൽ ഒരു നല്ല അവസരം അല്ലെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ളൊരു വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു. ആ യാത്രയിലും സമാധാനമോ സന്തോഷമോ ലഭിക്കാതെ വരുന്നു. എന്നാൽ ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞ ഒരു യേശുക്രിസ്തു ഉണ്ട്. മരണത്തിന് ശേഷവും നമുക്കൊരു നിത്യജീവനുണ്ട്. ഒരു നിത്യമായ സ്നേഹം നമുക്ക് യേശുക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. പിതാവായ ദൈവത്തോടൊപ്പം ഒരു നിത്യമായ വാസമുണ്ട്. ഈ സന്ദേശം നിങ്ങളുമായി അറിയിക്കുവാനാണ് ഞങ്ങൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. അല്പസമയത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഈ സന്ദേശയാത്ര പ്രാർത്ഥിച്ചാരംഭിക്കുന്നതിനായി സിസ്റ്റർ ലാലി ശാലുവിനെ ക്ഷണിച്ചോളുന്നു. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, AG വെസ്റ്റ്ലയുടെ അഭിമുഖത്തിൽ കർത്താവ് അടിയങ്ങൾക്ക് ഈ ദേശത്ത് കടന്നു വന്ന് VKC ജംഗ്ഷനിൽ കടന്നു വന്ന് അങ്ങയുടെ നാമം ഉയർത്തും. കർത്താവ് ഞങ്ങൾക്കായി ഒരുക്കി തന്ന നല്ല സമയത്തിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ദേശത്തെ ദേശനിവാസികളെയും അങ്ങയുടെ കരുത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവിടെ ലീഡ് ചെയ്യുന്ന അങ്ങയുടെ ദാസിക്കായി സ്തോത്രം ചെയ്യുന്നു. പാടുവാൻ കർത്താവെ ഉള്ള ടീമിനെ കർത്താവിന്റെ കരുത്തിൽ ഏൽപ്പിക്കുന്നു. നന്നായി പാടുവാൻ കർത്താവ് സഹായിക്കണം. വചനം ഘോഷിക്കുക അങ്ങനെ ദാസിനെ ഏൽപ്പിക്കുന്നു. കർത്താവെ സ്തോത്രം, ഇവിടെ പറയുന്ന വചനങ്ങൾ ഓരോ നിവാസികളുടെയും കർത്താവെ ഓരോ വ്യക്തി ജീവിതങ്ങളുടെ ഹൃദയത്തിന് രൂപാന്തരമായി തീരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ, ഒന്നും നിഷ്ഫലമായി പോകാതെ വേണം. കർത്താവെ ദൈവമേ, 100-60 മേനിയായി കർത്താവെ ദൈവമേ സ്തോത്രം, കർത്താവ് അത് വിളവെടുക്കുവാൻ തക്കവണ്ണം കർത്താവ് പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നടുന്നവനും നട്ടവനും ഏതുമില്ല, വളരുമാറാക്കുന്ന അങ്ങ് മാത്രമാണ്. കർത്താവെ, ഓരോ ഹൃദയങ്ങളോടും അങ്ങ് ഇടപെടുമാറാകണമേ. ഒരു പാപി പോലും കർത്താവെ നാശകൂപത്തിൽ പോകാതെ വണ്ണം കർത്താവെ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ തക്കവണ്ണം കർത്താവോട് പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുത്തിൽ കർത്താവെ ഈ പ്രവർത്തനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം ആദ്യം മുതൽ അന്ത്യം വരെയും കർത്താവ് ഉണ്ടായിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒരിക്കൽ കൂടി അങ്ങയുടെ കരുത്ത് സമർപ്പിക്കുന്നു. കർത്താവെ, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലതും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് സ്നേഹം നിലച്ചു പോകുന്നു. സ്നേഹത്തിന്റെ സന്ദേശവുമായി ജിനു ഐസക് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഒരു ഗാനം ആലപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്നേഹം പാടാം ഞാൻ, ക്രൂശിലെ സ്നേഹം പാടാം ഞാൻ, യേശുവിൻ സ്നേഹം പാടാം ഞാൻ, ക്രൂശിലെ സ്നേഹം പാടാം ഞാൻ. പാടിയിടാം ഞാനും സ്നേഹത്തിൻ ഗാനം, കേൾക്കാനായി വന്നിടുന്ന സ്നേഹിതാ ഇന്ന് യേശുവിൻ സ്നേഹം
സ്നേഹം പാടാം ഞാൻ. ക്രൂശിലെ സ്നേഹം പാടാം ഞാൻ. യേശുവിൻ സ്നേഹം പാടാം ഞാൻ. ക്രൂശിലെ സ്നേഹം പാടാം ഞാൻ. നാടില്ല വീടില്ല ചെല്ലാനൊരിടമില്ല ഒടുവിൽ ഞാൻ കുരിശിന്റെ ചുവടോരം തേടി. നാടില്ല വീടില്ല ചെല്ലാനൊരിടമില്ല ഒടുവിൽ ഞാൻ കുരിശിന്റെ ചുവടോരം തേടി. നേറുമി മനസ്സിലെ ശോകങ്ങളെല്ലാം സന്തോഷമായി മാറ്റി യേശുനാഥൻ. നേറുമി മനസ്സിലെ ശോകങ്ങളെല്ലാം സന്തോഷമായി മാറ്റി യേശുനാഥൻ. യേശുവിൻ നാമം അതത്ഭുതനാമം, പാപികളിൽ കനിയുന്നൊരു നാമം. യേശുവിൻ നാമം അതത്ഭുതനാമം, പാപികളിൽ കനിയുന്നൊരു നാമം. പാടിയിടാം ഞാനും സ്നേഹത്തിൻ ഗാനം, കേൾക്കാനായി വന്നിടുമോ സ്നേഹിതാ എന്ന്. യേശുവിൻ സ്നേഹം പാടാം ഞാൻ. ക്രൂശിലെ സ്നേഹം പാടാം ഞാൻ. യേശുവിൻ സ്നേഹം പാടാം ഞാൻ. ക്രൂശിലെ സ്നേഹം പാടാം ഞാൻ. രാജാധിരാജാവേ, കർത്താധി കർത്താവേ, ഉന്നതനാം ദേവനെ വാഴ്ത്തുന്നു നാദം. രാജാധിരാജാവേ, കർത്താധി കർത്താവേ, ഉന്നതനാം ദേവനെ വാഴ്ത്തുന്നു നാദം. നരകാഗ്നിയിൽ ഞാൻ വെന്തുരുകാതെ സ്വർഗീയ പരദീസ നൽകിയാലേ. നരകാഗ്നിയിൽ ഞാൻ വെന്തുരുകാതെ സ്വർഗീയ പരദീസ നൽകിയാലേ. യേശുവിൻ നാമം അതത്ഭുതനാമം, പാപികളിൽ കനിയുന്നൊരു നാമം. യേശുവിൻ നാമം അതത്ഭുതനാമം, പാപികളിൽ കനിയുന്നൊരു നാമം. പാടിയിടാം ഞാനും സ്നേഹത്തിൻ ഗാനം, കേൾക്കാനായി വന്നിടുമോ സ്നേഹിതാ എന്ന്. യേശുവിൻ സ്നേഹം പാടാം ഞാൻ. ക്രൂശിലെ സ്നേഹം പാടാം ഞാൻ. യേശുവിൻ സ്നേഹം പാടാം ഞാൻ. ക്രൂശിലെ സ്നേഹം പാടാം ഞാൻ. യേശുവിൻ സ്നേഹം പാടാം ഞാൻ. ക്രൂശിലെ സ്നേഹം പാടാം ഞാൻ. ഈ ഗാനം നമുക്ക് വേണ്ടി ആലപിച്ച സിസ്റ്റർ ജിനു ഐസക്കിനെ ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാവട്ടെ.
അടുത്തതായി ഒരു ഗാനം ആലപിക്കുവാനായി ബ്രദർ റാഫേലിനെയും ജിനു ഐസക്കിനെയും ക്ഷണിക്കുന്നു. ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ, ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ, സന്തോഷത്തോടെ സ്തുതി പാടുവിൻ, സംഗീതത്തോടെ വന്നു കൂടുവിൻ, സന്തോഷത്തോടെ സ്തുതി പാടുവിൻ, സംഗീതത്തോടെ വന്നു കൂടുവിൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നുമുള്ളത്. ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ, ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. അവൻ നാമമുള്ളവൻ, നാം അവനുള്ളവൻ, അവനെ വാഴ്ത്തിയിടുവിൻ. അവൻ നാമമുള്ളവൻ, നാം അവനുള്ളവൻ, അവനെ വാഴ്ത്തിയിടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ, ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ. യഹോവ തന്നെ വിശുദ്ധനെന്നറിവിൻ, അവൻ നമ്മെ വിടുവിച്ചല്ലോ. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ, അവൻ നമ്മെ വിടുവിച്ചല്ലോ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾ നാം അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾ നാം അവനെ സ്തുതിച്ചിടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ, ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ, സന്തോഷത്തോടെ സ്തുതി പാടുവിൻ, സംഗീതത്തോടെ വന്നു കൂടുവിൻ, സന്തോഷത്തോടെ സ്തുതി പാടുവിൻ, സംഗീതത്തോടെ വന്നു കൂടുവിൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നുമുള്ളത്. ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ, ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ. നല്ലൊരു ഗാനം നമുക്ക് വേണ്ടി ആലപിച്ച ടീമിന് ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്തതായി നിങ്ങൾക്ക് മുൻപിൽ ഒരു ഗാനവുമായി ബ്രദർ തോമസിനെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു യേശുക്രിസ്തുവിന്റെ നാമം അറിയിക്കുകയാണ്. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ, മധ്യവാനിൽ വെളിപ്പെടുവാൻ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ, മധ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാൻ വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരേ,
കടന്നു വന്നതിന്റെ ഉദ്ദേശം തന്നെ ആ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു ഗാനം നിങ്ങൾക്ക് വേണ്ടി ആലപിച്ച ബ്രദർ തോമസ്, ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തതായി ഒരു ഗാനം ആലപിക്കുന്നതിനായി കെസിയ ആൻഡ് ജിനു ഐസക്കിനെ ക്ഷണിക്കുന്നു. ദൈവം വലിയവൻ, എന്റെ ദൈവം വലിയവൻ. ദൈവം വലിയവൻ, എന്റെ ദൈവം വലിയവൻ. സർവസൃഷ്ടാവാം ദൈവം, സർവശക്തനാം ദൈവം, എന്റെ ദൈവം വലിയവൻ. സർവസൃഷ്ടാവാം ദൈവം, സർവശക്തനാം ദൈവം, എന്റെ ദൈവം വലിയവൻ.
ചെയ്യുമാറാകട്ടെ. ഈ ഗാനങ്ങളെല്ലാം നിങ്ങൾ വളരെയധികം ആസ്വദിച്ചു അല്ലേ? ഇതിലെല്ലാം ഞങ്ങളുടെ സന്ദേശങ്ങൾ ഉളവാക്കുന്ന ഗാനങ്ങളായിരുന്നു നിങ്ങൾക്ക് മുൻപിലേക്ക് അവതരിപ്പിച്ചത്. ഇനി ഞങ്ങൾ വന്നതിന്റെ ഏറ്റവും പരമപ്രധാനമായ ഉദ്ദേശം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ യേശുക്രിസ്തു നമ്മളെ ഒരു നിത്യ സന്തോഷത്തെക്കുറിച്ചും ഒരു നിത്യവാസത്തെക്കുറിച്ചും പഠിപ്പിച്ചിരുന്നു. ആ സന്ദേശം നിങ്ങളോട് അറിയിക്കുന്നതിനായി ബ്രദർ ജോസിനെ ക്ഷണിക്കുന്നു. അടുത്തുമകലെയും ഭവനത്തിന്റെ അന്തരങ്ങളിലും തെരുക്കോണിലും യാത്രാമധ്യയിലും ഞങ്ങളുടെ ഈ ശബ്ദപരിധിയിൽ ഞങ്ങൾ കേൾക്കുന്ന VKC ദേശനിവാസികൾക്ക് യേശു കർത്താവിന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു ഉപമ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത്തി തളിർക്കുന്നത് വേനലിന്റെ ഒരു ലക്ഷണമാണെന്ന്. നമുക്ക് ഏവർക്കും അറിയാം, നമ്മുടെ ചുറ്റുപാടുകളിൽ മാർച്ച് ഏപ്രിൽ മാസമാവുമ്പോൾ കണിക്കുന്നുകൾ പൂക്കും. ഇത് പൂക്കാൻ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ചൂടാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ചൂടിന്റെ ആധിക്യം വർദ്ധിപ്പിച്ച് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായപ്പോൾ കാലം തെറ്റി കണിക്കൊന്ന അവിടെയും ഇവിടെയൊക്കെ പൂത്തുലഞ്ഞു നിന്നു. അപ്പോൾ നമ്മളെല്ലാരും പറഞ്ഞു, കാലം മാറി കണിക്കൊന്ന പൂക്കാൻ തുടങ്ങിയെന്ന്. ചില ലക്ഷണങ്ങൾ ചിലതിന്റെ ഒരു വഴികാട്ടിയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ അത്തി തളിർക്കുന്നത് വേനലിന്റെ ഒരു മുൻവഴിയായി പറയുന്നതിന്റെ കാരണം, ഒരു ഉദാഹരണം പറയാൻ കാരണം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന്റെ ലക്ഷണമായിട്ടാണ്, ഒരു ഉപമയായിട്ടാണ് ആദ്യം പറഞ്ഞത്. ഞങ്ങൾ ഇവിടെ വന്ന് സംസാരിക്കുന്ന പ്രധാനപ്പെട്ട കാരണം എന്താന്ന് വെച്ചാല്, ഈ അടുത്ത കാലത്തായി വെള്ളപ്പൊക്കം, ദുരന്തങ്ങൾ, കോവിഡ്, HMPV എന്ന് പറഞ്ഞപ്പോൾ ചൈനയിൽ പുതിയ സാധനം, അങ്ങനെ മനുഷ്യനെ കാർന്നു നിന്നുകൊണ്ടും മനുഷ്യന്റെ പ്രതീക്ഷകൾ നശിപ്പിക്കുന്ന കണക്ക് ചില ദുരന്തങ്ങൾ വയനാട് പോലുള്ള പ്രദേശങ്ങൾ നമ്മൾ കണ്ടതാണ്. വളരെ വേദനിപ്പിക്കുന്ന ചില നിമിഷങ്ങൾ. വിശുദ്ധ വേദപുസ്തകം ഇവിടെ അച്ചായം പാടിയപ്പോൾ നമ്മൾ കേട്ടയാണ്. ഈ ലക്ഷണങ്ങൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന്റെ ലക്ഷണമാണെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അടിയന്തര പ്രാധാന്യത്തോടെ വെസ്റ്റുകളുടെ ഏജ് സഭയിൽ നിന്ന് ഈ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷം അറിയിക്കുന്നതിന്റെ ഭാഗമായി VKC ദേശനിവാസികളുടെ അടുത്തേക്കും ഞങ്ങൾക്ക് വരാൻ സാധിച്ചത്. നമുക്ക് ഏവർക്കും ഒരുപോലെ അറിയാവുന്ന ഒരു വിഷയമാണെന്ന് തോന്നുന്നു. വിശുദ്ധ വേദപുസ്തകം ആരംഭിക്കുന്നത് തന്നെ ദൈവം ആരാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇതൊന്ന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മളൊന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് ചോദ്യം നമുക്ക് കൃത്യമായി മനസ്സിലാക്കും. ആദിയിൽ ആരാണോ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്, ആ ശക്തിയാണ് ദൈവം. നമ്മൾ ദൈവത്തെ തിരഞ്ഞു പോകുമ്പോൾ ആദ്യം മനസ്സിലാക്കണം, സകല പ്രപഞ്ചത്തെയും സകല സൃഷ്ടിയെയും സൃഷ്ടിച്ച സൃഷ്ടിതാവായ ഒരു ശക്തിയുണ്ട്. അതാണ് ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം ആരംഭിക്കുന്നത്. നമുക്ക് ഒരു കഥയറിയാം. അന്ധന്മാർ ആനയെ കാണാൻ പോയത്. കുറച്ച് അന്ധന്മാർ ആനയെ കാണാൻ പോയി. കുറച്ചു പേര് ചെന്ന് കാലിൽ പിടിച്ചു, കുറച്ചു പേർ അതിന്റെ വാലിൽ പിടിച്ചു, അതിന്റെ ചെവിയിൽ പിടിച്ചു, അതിന്റെ തുമ്പിക്കൈയിൽ പിടിച്ചു, പുറത്ത് തലോടി. എന്നിട്ട് അവര് പല ദേശങ്ങളായിട്ട് പോയിട്ട് പറഞ്ഞു, ആന എന്നത് തൂണ് പോലെ ഇരിക്കുന്ന ഒന്നാണെന്ന് കാലിൽ പിടിച്ചവർ പറഞ്ഞു. വാലിൽ പിടിച്ചവർ പറഞ്ഞു അത് ചൂല് പോലെ ഒന്നാണെന്ന്. ചെവിയിൽ പിടിച്ചവർ പറഞ്ഞു അത് മുറം പോലെ ഒന്നാണെന്ന്. അതുപോലെ പുറത്ത് തടവിൽ പറഞ്ഞ പാറ പോലെ ഒന്നാണെന്ന്. പക്ഷെ ആനയ്ക്ക് ഈ രൂപങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ തൂണൊരിക്കലും ആനയല്ല, ചൂലൊരിക്കലും ആനയാവുന്നില്ല. അതുപോലെ ഒരു കുഴലും ആനയാവുന്നില്ല. നാം യഥാർത്ഥമായ ആനയെ കാണണമെങ്കിൽ നല്ല കാഴ്ച ഉണ്ടാകണം, അതിനെ അടുത്തറിയണം. എങ്കിൽ മാത്രമേ ആന എന്താണെന്ന് അറിയാൻ കഴിയത്തുള്ളൂ. ഇതുപോലെ തന്നെ തത്വശാസ്ത്രികളും ജ്ഞാനികളും രാജാക്കന്മാർ തുടങ്ങിയ അനേകർ ദൈവത്തെ കണ്ടെത്തുവാൻ വേണ്ടി അവർ ഇറങ്ങിപ്പുറപ്പെട്ടു. അവർ പോയി അവരുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയും അവർ സന്തോഷങ്ങൾക്ക് വേണ്ടിയും അവർ കണ്ടെത്തിയത് ദൈവത്തിൽ നിന്ന് സമാധാനം കണ്ടെത്തി. ചിലവർ സൗഖ്യം കണ്ടെത്തി, ചിലവർ ധനം കണ്ടെത്തി. അങ്ങനെ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവർ കണ്ടെത്തിയതിനെ മാത്രം അവർ പിടിച്ചിട്ട് പറഞ്ഞു ബലമുള്ളതാണ് ദൈവമെന്ന്. ചിലവർ പറഞ്ഞ് സമാധാനം മാത്രമാണ് ദൈവമെന്ന്. ചിലർ പറഞ്ഞ് സമ്പത്ത് മാത്രം തരുന്നതാണ് ദൈവമെന്ന്. അങ്ങനെ ദൈവത്തെ പൂർണ്ണമായി കാണാതെ അന്ധന്മാർ ആനയെ കണ്ടതുപോലെ പലപ്പോഴും
ദൈവത്തിന്റെ കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെട്ടുകൊണ്ട് ദൈവം എന്തെന്ന് തിരിച്ചറിയാതെ അവർ പിടിച്ചത് മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് അവർ മാറിയിരുന്ന് പറയാ ഇതാണ് ദൈവം, ഇതാണ് ദൈവം, ഇതാണ് ദൈവം എന്ന്. തൂണ് പിടിച്ചുകൊണ്ട് അന്ധൻ പറയുക ഇതാണ് ആന എന്ന് പറയുന്നത് പോലെ തന്നെ. അതാണ് വിശുദ്ധ വേദപുസ്തകം ആരംഭിക്കുമ്പോൾ തന്നെ പറഞ്ഞത്, നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നുവെങ്കിൽ ആദ്യം മനസ്സിലാക്കണം പ്രപഞ്ചത്തെയും സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടിതാവാണ് ദൈവമെന്ന് പഠിപ്പിച്ചുകൊണ്ട് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകം ആരംഭിക്കുന്നത്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എന്റെ കൂട്ടുകാരായ നിരീശ്വരവാദികളൊക്കെ അത്യാവശ്യം ആൾക്കുള്ള കൂട്ടുകാരൊക്കെ തർക്കത്തിലൊക്കെ ഏർപ്പെടുമായിരുന്നു. അന്ന് അവരെന്നോട് ചോദിച്ചു, ജോസേ നീ പഠിച്ചപ്പോൾ, ശാസ്ത്രം പഠിച്ചപ്പോൾ എന്ത് മനസ്സിലായി? ബൈബിളിൽ പറയുന്ന പോലെ ഓരോ ദിവസം വെച്ചിട്ട് ദൈവത്തിന് ഇതൊക്കെ സൃഷ്ടിക്കാൻ പറ്റുമോ എന്ന്. അപ്പോ ഞാൻ പറഞ്ഞ ശാസ്ത്രം പഠിച്ചപ്പോഴാണ് എനിക്ക് ഇച്ചിയുടെ വ്യക്തമായത് ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചതാണെന്ന്. കാരണം ഞാൻ പറഞ്ഞു തരാം, സമയം നമ്മളാണ് കണ്ടെത്തിയത്. സൂര്യനും അതുപോലെ അതിനെ ചുറ്റുന്ന ഗ്രഹങ്ങളുമുണ്ട്. ഓരോത്തിനും ഭ്രമണവും പരിക്രമണമുണ്ട്. ഇതിന്റെ കറക്കങ്ങളാണ് ഇതിനകത്തുള്ളിലെ സമയത്തെ എന്ത് ചെയ്യുന്നത്, വ്യക്തമാക്കുന്നത്. ഭൂമിയുടെ ഭ്രമണവും പരിക്രമണവുമാണ് വർഷവും കാലവും ദിവസങ്ങളും വ്യക്തമാക്കുന്നത്. ഇതുപോലെ സൂര്യനിലെ സമയമല്ല ചന്ദ്രനിലെ സമയം, ചന്ദ്രനിലെ സമയമല്ല ഭൂമിയിലെ സമയം. ഇത് ഓരോന്നിന്റെയും ഭ്രമണത്തിന്റെയും പരിക്രമണത്തിന്റെയും അനുസരിച്ച് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കും. ഭൂമി 365 ദിവസം കൊണ്ട് ഇങ്ങനെ ഭ്രമണം ചെയ്യുന്നു. 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് കൊണ്ട് പരിക്രമണം ചെയ്യുന്നു. ഇതുപോലെ വ്യാഴത്തില് വളരെ വ്യത്യാസമുണ്ട്. ഭ്രമണം നടക്കുന്നത് 9 മണിക്കൂർ 55 മിനിറ്റ് കൊണ്ടും പരിക്രമണം നടക്കുന്നത് ഏകദേശം 12 വർഷം കൊണ്ടുമാണ്. വ്യാഴത്തിൽ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ 12 വർഷമാണെന്ന്. ഇതുപോലെ വിശുദ്ധ വേദപുസ്തകത്തില് ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യന്റെ സമയമല്ല ദൈവത്തിന്റെ സമയം. ദൈവത്തിന്റെ സമയം മനുഷ്യന്റെ 1000 ദിവസങ്ങൾ ദൈവത്തിന് ഒരു ദിവസം പോലെയും ഒരു രാത്രി, അതുപോലെ 1000 ദിവസങ്ങൾ ഒരു രാത്രി കഴിയുന്നത് പോലെയും ഒക്കെയാണെന്ന് ബൈബിൾ പറയുന്നു. അതുപോലെ നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ശാസ്ത്രം കണ്ടെത്തിയത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ശാസ്ത്രം കണ്ടെത്തിയത് ശരിയായിരിക്കാം. ഞാനൊരു ശില്പിയാണെന്ന് ഇരിക്കട്ടെ, ഞാനൊരു ശില്പം പണിയുന്നുണ്ടെങ്കിൽ എന്റെ എല്ലാ ശില്പത്തിലും അതിൻ്റെതായ ഒരു കയ്പ് കാണും, ഒരു മാതൃക കാണും. ചിലർ പറയും, ചില ശില്പം കണ്ട് പറയും, കാനായി കുഞ്ഞിരാമന്റെ ഒക്കെ ശില്പം കണ്ടിട്ട് പറയും എന്ത് മനോഹരം, അദ്ദേഹത്തിന്റെ കൈപ്പണി കണ്ടാൽ അറിയാം, അദ്ദേഹത്തിന്റെ ശില്പം കണ്ടാൽ അറിയാം അത് അദ്ദേഹം പണിഞ്ഞതാണെന്ന്. അതുപോലെ ദൈവത്തിന്റെ സൃഷ്ടികളെ നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയും. ഞാൻ ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ഞാൻ പറയുകയാണ് എന്റെ ഒരു ദിവസം കൊണ്ട് ദൈവത്തിന് എങ്ങനെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന്. അല്ല, ദൈവം ഇരിക്കുന്നിടത്ത് നടക്കുന്ന ചലനങ്ങളും അതിന്റെ ഭ്രമണങ്ങളും പരിക്രമണങ്ങളും വളർന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ദിവസമോ നമ്മളുടെ ഒരു നാഴികയോ ആയി വരികയില്ല. അതുകൊണ്ടാണ് നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റുന്നത്. ദൈവത്തെ നാം മനുഷ്യനെ പോലെയും മനുഷ്യന്റെ ശക്തി പോലെയും മനുഷ്യന്റെ ബുദ്ധി പോലെയും മനുഷ്യന്റെ വികാരം പോലെയും ചിന്തിക്കും. നാം മനുഷ്യനെ പറ്റിക്കുന്നത് പോലെ പറയും, ഞാനൊരു സുഹൃത്തിന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടെന്ന് അഭിനയിച്ചു കഴിഞ്ഞാൽ സുഹൃത്തിന് മനസ്സിലാകും. പക്ഷെ ദൈവത്തിന്റെ അടുത്ത് നമുക്ക് പറ്റിക്കാൻ കഴിയില്ല. നമ്മുടെ മനസ്സിലുള്ള പ്രവർത്തികളെ ദൈവം അറിയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവമാണ്. അത് ഞാൻ പറഞ്ഞത് കയ്യൊപ്പുണ്ടെന്ന്. നമ്മളുടെ ഈ റോഡിൽ കിടക്കുന്ന ഒരു മെറ്റൽ കഷ്ണം എടുത്തിട്ട് അതിന്റെ ഒരു കണിക എടുത്താൽ അതിനകത്ത് ആറ്റമുണ്ട്. എന്റെ ശരീരത്തിന് മാംസം എടുത്താൽ അതിലുണ്ട്. ഈ തെങ്ങിലുണ്ട്, മനുഷ്യന്റെ ശരീരത്തുണ്ട്, മൃഗത്തിലുണ്ട്, കല്ലിലുണ്ട്, വസ്തുവിലുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ആറ്റങ്ങളാണ്, കണികകളാണ്. അതിനകത്ത് ന്യൂട്രോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. ഇങ്ങനെ ന്യൂക്ലിയസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന് ഇലക്ട്രോണുകൾ അതിനെ ചുറ്റുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെയാണ് സൂര്യന്റെ ചുറ്റും എന്ത് നടക്കുന്നത്, ഗ്രഹങ്ങൾ ചുറ്റുന്നത്. അതുപോലെ ഒരു കേന്ദ്ര ബിന്ദുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പ്രപഞ്ചം ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? ഒരു ശില്പി പണിഞ്ഞ ശില്പത്തിന് അതിന്റെ മാതൃകയുള്ളതുപോലെ സർവസൃഷ്ടാവായ ദൈവം സൃഷ്ടിച്ച സകലത്തിന്റെ അടിസ്ഥാനം ഒന്ന് തന്നെയാണ്. നാം കണ്ടെത്തിപ്പോയാൽ ഒരുപോലെ ആ മാതൃകയിൽ ഒന്നുകൊണ്ട് തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് മനുഷ്യനെ മണ്ണിൽ നിന്ന് എടുത്തുവന്ന് അത് മണ്ണിലേക്ക് ചേരുമെന്ന്. അതിന്റെ അർത്ഥം എന്താ? ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് സൃഷ്ടാവ് ഒരു മാറ്ററിൽ നിന്നാണ്. നാം അത് മനസ്സിലാക്കണം. പക്ഷേ നാം ബുദ്ധി കൂടി എന്ന് ചിന്തിച്ചുകൊണ്ട് പലപ്പോഴും പറയും ദൈവമില്ല എന്ന്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു ദൈവമില്ല എന്ന് മൂഢനാണ് തന്റെ ഹൃദയത്തിൽ പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് പറയട്ടെ. ഇത്രയുമൊക്കെ കണ്ടിട്ട്, ഇത്രയും മനോഹരമായ ലോകം കണ്ടിട്ട്, ഇത്രയും സന്തോഷപൂർവമായ ഒരു ജീവിതം തന്നിട്ട്, ഈ പ്രകൃതി കണ്ടിട്ട്, ഈ ഗാലക്സിയും ഈ യൂണിവേഴ്സും കണ്ടിട്ട് നമ്മൾ പറയും ദൈവമില്ല എന്ന് പറയുന്നെങ്കിൽ അതിന് മൂഢൻ എന്നല്ലാതെ ബുദ്ധിയില്ലെന്നല്ലാതെ എന്താണ് നമുക്ക് പറയുവാൻ കഴിയുന്നത്?
ഈ ദൈവം നമ്മളെ സൃഷ്ടിച്ചു, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, സകലത്തെ സൃഷ്ടിച്ചു. ഈ സകലത്തെയും നമ്മളെയും സൃഷ്ടിച്ച സൃഷ്ടിതാവാണ് ദൈവം എന്ന് ബൈബിൾ പറയുന്നു. അതൊന്ന് ഊന്നി പറഞ്ഞുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയാം, ബൈബിളിൽ പറയുന്നു ആദിമ മനുഷ്യനായ ആദം ഹവ്വ. ഈ ആദം ഹവ്വ ആദിമ മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചിട്ട് അവരെ ഏദൻ തോട്ടത്തിലാക്കി. അവിടെ ദൈവം അവരോട് ചേർന്ന് വസിച്ചു. അവരോട് ഇടയ്ക്ക് വന്ന് സമീപിക്കും. അവർക്ക് ദൈവത്തോട് അടുത്ത് നിൽക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ പാപം മൂലം അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് പാപം മൂലം ദൈവത്തോട് അടുക്കാനുള്ള മടി. രണ്ട്, ദൈവം അവരോട് അടുത്തു കഴിഞ്ഞാൽ പാപം മൂലം അവർ നശിച്ചു പോകും. ദൈവം വിശുദ്ധനാണ്. പാപം കൂടി ആർക്കും ദൈവത്തിന്റെ അടുത്ത് പാപത്തോടു കൂടി അടുക്കാൻ കഴിയത്തില്ല, നമ്മൾ നശിച്ചു പോകും. അങ്ങനെ ആദം ഹവ്വ തുടങ്ങി അവരിൽ നിന്ന് പാപം ആരംഭിച്ചു. ഈ പാപം അന്ന് മുതൽ ഇന്ന് വരെയുള്ള മനുഷ്യരാശിക്ക് വേണ്ടി ഒരു കെണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാപത്തിന് പ്രായശ്ചിത്തമായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. അപ്പം ചോദിക്കും, എന്താണ് പാപമെന്ന്? പാപം എന്നത് നമുക്ക് ലളിതമായി പറഞ്ഞാൽ ഒരു അനുസരണക്കേടാന്നൊക്കെ പറയാം. കാരണം ആദം ഹവ്വയൊക്കെ ചെയ്ത അനുസരണക്കേട് മൂലം അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയതാന്ന് പറയാം. പക്ഷെ അതിലും ലളിതമായി ഞാൻ പറഞ്ഞു തരാം. ഞാനൊരു പ്രവൃത്തി ചെയ്താൽ അതെന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുകയോ ദൈവം എന്നിൽ നിന്ന് അകന്നു പോകുന്നതോ ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അത്തരം ഒരു പ്രവൃത്തി എന്നിലോ നിങ്ങളിലോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതാണ് പാപം. നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകത്തുന്ന എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപേക്ഷിക്കൂ, അതാണ് പാപം. എത്ര ലളിതമാണ്. മോഷ്ടിക്കുമ്പോഴല്ല, കക്കുമ്പോഴല്ല, പാപം ചെയ്യുമ്പോഴല്ല, അല്ലെങ്കിൽ എന്തിന് ഒരു മോശമായ പ്രവൃത്തി ചെയ്യുമ്പോൾ മാത്രമല്ല പാപം എന്ന് പറയേണ്ടത്. നിങ്ങൾ ഏതെങ്കിലും പ്രവൃത്തി നിങ്ങളെ എന്ത് ചെയ്യുന്നു? ദൈവത്തിൽ നിന്ന് അകറ്റുന്നുണ്ടെങ്കിൽ, ദൈവം നിങ്ങൾ അകന്നു പോകുന്നുണ്ട്, ദൈവിക ചിന്തകൾ അകന്നു പോകുന്നുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തി ഉപേക്ഷിക്കുക, അതാണ് പാപം. അങ്ങനെ ആ പാപം അവിടെ ആരംഭിച്ചു. ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നുകൊണ്ടുപോയിരുന്നു. താൽക്കാലിക പാപ പരിഹാരത്തിനൊക്കെ വേണ്ടി മനുഷ്യൻ യാഗങ്ങളൊക്കെ ചെയ്തു, മൃഗങ്ങളെ അറുത്തു, ഓരോന്നൊക്കെ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് തോന്നി. അവർ ചെയ്യുമ്പോഴെല്ലാം അവർ പ്രവൃത്തി കൊണ്ട് ചെയ്യുക, മൃഗങ്ങളെ കൊണ്ട് അറക്കുന്നു. ഒരു കുറ്റവും ചെയ്യാത്ത മൃഗത്തെ കൊണ്ട് താൻ ചെയ്ത പാപത്തിന് വേണ്ടി ഒരു യാഗമാക്കും. നമുക്ക് ഏവർക്കും അറിയാം, പാപത്തിന്റെ ശിക്ഷ മരണമാണ്. മരണം കൊണ്ടാണ് പാപം അവസാനിക്കുന്നതെന്ന്. ഈ പാപത്തിന് വേണ്ടി ശിക്ഷ വീഴണമെങ്കിൽ ഒരാൾ മരണപ്പെടണം. ആ മരണം നമ്മളാണ് ഏറ്റെടുക്കുന്നതെങ്കിൽ അവിടെ കൊണ്ട് നമ്മൾ അവസാനിക്കും. പിന്നെ അതുകൊണ്ട് എന്താണ് പ്രയോജനം? അതുകൊണ്ട് എന്ത് ചെയ്തു? മൃഗങ്ങളെ കൊണ്ട് താൽക്കാലിക യാഗങ്ങളൊക്കെ നടത്തി. അതുകൊണ്ടും ഒരു പ്രയോജനം ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന് മനുഷ്യനായ നമ്മളോടൊരു കരുണ തോന്നി. കരുണ തോന്നിയിട്ട് താൻ മനുഷ്യരൂപം എടുത്ത് ഭൂമിയിലേക്ക് വന്നു. താൻ ക്രൂശിൽ യാഗമായി, ഒരു യാഗമായി മരണപ്പെട്ടു. എല്ലാത്തിന്റെയും പരിഹാരമായി. ആദം മുതൽ യേശുക്രിസ്തു വരെയും യേശുക്രിസ്തു മുതൽ ഇനി ജനിക്കാനിരിക്കുന്ന സകല തലമുറ വരെയുള്ള പാപപരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത് എന്റെയും നിങ്ങളുടെയും അന്ന് ആദിമ മനുഷ്യരായ ആദം മുതൽ ഹവ്വ മുതൽ യേശുക്രിസ്തു വരെയും ഇനി ജനിക്കാനിരിക്കുന്ന സകല മനുഷ്യരുടെയും പാപപരിഹാരത്തിന് വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ യാഗമായി തീർന്നത്. ആ രക്ഷയുടെ സന്ദേശം പകർന്നു നൽകാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ പാപപരിഹാരം? ആദം ഹവ്വ ഒക്കെ പിതാവായ സൃഷ്ടിതാവായ ദൈവത്തോട് പാപം കൂടാതെ ചേർന്ന് നിന്നതുപോലെ നമുക്കും നമ്മുടെ സൃഷ്ടിതാവായ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയാണ്. ഗൾഫിലൊക്കെ മക്കളുള്ള അപ്പന്മാരൊക്കെ നാട്ടിലോട്ട് വരുമ്പോ വളരെ സന്തോഷപൂർവമായ ഒരു നിമിഷം കാണാൻ കഴിയും. അവർ ഓടിച്ചെന്ന് ചാടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് എന്ത് വാത്സല്യപൂർണമായ നിമിഷമാണ്. അപ്പോൾ നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടിതാവായ ദൈവത്തിന്റെ അടുക്കിലേക്ക് നമുക്ക് പോകുമ്പോ എന്തുമാത്രം സന്തോഷമുള്ള നിമിഷമായിരിക്കും നമുക്കും നമ്മുടെ സൃഷ്ടിതാവായ ദൈവത്തിനും. ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ദൈവം മനുഷ്യരൂപം എടുത്ത് ഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി യാഗമായി തീർന്നതെന്ന് ഓർക്കണം. വളരെ ലളിതമായി നമുക്കിത് സ്വീകരിക്കുവാൻ കഴിയും. ഇത് സൗജന്യമാണ്. അത് ഞാൻ പറഞ്ഞു വരാം. അടുത്തൊരു വിഷയം ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഇത്രയും ശക്തിയുള്ള ദൈവത്തെ, ഈ സൃഷ്ടിതാവായ ദൈവത്തെ, സകല പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടിതാവായ ദൈവത്തെ നാം മനുഷ്യർ എന്ത് ചെയ്യും? പല രൂപങ്ങളും ഭാവങ്ങളൊക്കെ കൊടുത്ത് അതിനെ ഒതുക്കാൻ ശ്രമിക്കും. ഞാൻ ചെറിയൊരു കഥ പറയാം. ഞാനും എന്റെ സുഹൃത്തും ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഒരു കുഷ്ഠരോഗിയായ മനുഷ്യൻ വരുന്നുണ്ടെന്ന് വിചാരിക്കാം. ഞങ്ങൾ വളരെ സൗഹൃദമുള്ള കൂട്ടുകാരാണ്. എന്നാൽ തന്നെ എതിരെ വരുന്ന ഒരു കുഷ്ഠരോഗി വരുമ്പോൾ ഞാൻ പറയുകയാണ്,
ഞാൻ നിന്നെ കണക്കിരിക്കുന്ന ഒരു മനുഷ്യൻ ദാ വരുന്നു എന്ന് ഞാൻ പറയുകയാണെങ്കിൽ എത്ര സൗഹൃദമുള്ള മനുഷ്യനാണേലും എന്നോട് എന്ത് തോന്നും? ഒരു ദേഷ്യം തോന്നും, അവനോട് വെറുപ്പ് തോന്നും, മനസ്സിൽ തീർച്ചയായിട്ടും കണക്ക് കൂട്ടും. കാര്യം മനുഷ്യരായ നമുക്ക് തുല്യരോ നമുക്ക് മുകളിലുള്ളവരുമായിട്ട് മാത്രമേ കമ്പയർ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. നമുക്ക് തുല്യത വെക്കാൻ ആ സമയത്ത് ഞാൻ പറയാ സിനിമാ നടന്മാരുടെ പോലെയോ വലിയ ശാസ്ത്രജ്ഞന്മാരെ പോലെയോ മോഡലുകളെ പോലെയോ ഒക്കെ ഇരിക്കുന്നെന്ന് ഞാൻ പറയുകയാണെങ്കിൽ വളരെ സന്തോഷവും സ്നേഹവും തോന്നും അല്ലേ? അങ്ങനാണെങ്കിൽ സർവശക്തനായ ദൈവത്തിനെ അങ്ങനെ സന്തോഷിപ്പിക്കുവാൻ കഴിയുന്ന ദൈവത്തിന് മുകളിലുള്ള എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടോ? ഒരു ലളിതമായ ചോദ്യമാണ്. അപ്പോൾ നാം ദൈവത്തെ രൂപം കൊണ്ടും ഭാവം കൊണ്ടും വെക്കുന്നുവെങ്കിൽ അത് ചിലപ്പോൾ ദൈവിക നിന്ന് ചിലപ്പോഴല്ല ദൈവിക നിന്നയായി മാറത്തില്ലേ? അതാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ദൈവത്തിന് രൂപവും ഭാവവും കൊടുക്കല്, അതിനെ അതിൽ ഒതുക്കി വെക്കുവാൻ കഴിയുകയില്ല. സർവശക്തനായ ദൈവത്തെ എങ്ങനെ ഒതുക്കി വെക്കുവാൻ കഴിയും? ആ നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തി അത് ദൈവിക നിന്നയായി പോകുന്നോ ഇല്ലയോ എന്ന് മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കുക. ഇങ്ങനെ നാം ചെയ്യുന്ന സകല പ്രവൃത്തിയുടെയും പാപത്തിന്റെയും കാരണം നാം ദൈവത്തിൽ അകന്നു പോയത് കൊണ്ട് ദൈവത്തിന് നമ്മളോട് തോന്നിയ കരുണയാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് തന്നത് ദൈവത്തിന് നമ്മോട് തോന്നിയ വലിയൊരു മനസ്സലിവാണ്. ദൈവം നമ്മളെ സ്നേഹിച്ചു, സകല മനുഷ്യരെ സ്നേഹിച്ചിട്ട് താൻ മനുഷ്യരൂപമെടുത്ത് ജഡാവതാരം എടുത്ത് ഭൂമിയിൽ വന്നു, മനുഷ്യനെ പോലെ ജീവിച്ചു. പാപം കൂടാതെ സകലവും അവൻ ഏറ്റുവാങ്ങി. നമുക്കുണ്ടാവുന്ന സകല വേദനകളും അവനറിയാം, രോഗങ്ങൾ അറിയാം, വിഷമങ്ങൾ അറിയാം, ഭാരങ്ങൾ അറിയാം. പാപം കൂടാതെ സകലവും അനുഭവിച്ച് ഈ ഭൂമിയിൽ വന്നു 33 കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് കാൽവറി ക്രൂശിൽ ഒരേ ഒരു യാഗമായി, അവസാന യാഗമായി, ഇനി പാപപരിഹാരത്തിന് വേണ്ടി മറ്റൊരു യാഗം വേണ്ട എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് കാൽവറി ക്രൂശിൽ കയറി യാഗമായി തീർന്നിട്ട് പറഞ്ഞു, ഇനി ആദം മുതൽ ഞാൻ വരെയും ഇനിയുള്ള തലമുറകൾ വരെയും ഇനി ജനിക്കാനിരിക്കുന്ന സകല തലമുറ വരെയും പാപപരിഹാരത്തിനായി അവസാന യാഗമാണിതെന്നും എന്നിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷയുണ്ടാകുമെന്നും വിളിച്ചു പറഞ്ഞുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറി യാഗമായി തീർന്നു. ഇത് പിതാവായ ദൈവത്തിന് നമ്മോട് തോന്നിയ വലിയൊരു കരുണയാണ്. ഇതിവിടം കൊണ്ട് നാം അവസാനിക്കുന്നില്ല. ഈ രക്ഷ നമുക്ക് സൗജന്യമാണ് കേട്ടോ. ഇതിന് നമ്മൾ പണം കൊടുക്കണ്ട, ഒന്നും പ്രവർത്തികളൊന്നും ചെയ്യണ്ട, കാഴ്ചകളോ ഒന്നും അർപ്പിക്കണ്ട, ദേവാലയങ്ങളിൽ പോയി നാം എന്ത് ചെയ്യണ്ട, ഒരു ബലിയും കഴിക്കണ്ട. നമ്മുടെ മനസ്സ് മാത്രം സമർപ്പിച്ചാൽ മതി എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ വേദപുസ്തകത്തിൽ പറയുന്ന 1-2 കാര്യങ്ങളുടെ ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ യേശുക്രിസ്തുവെങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. യേശുക്രിസ്തു മൂലം ഉണ്ടാകുന്ന ഈ സൗജന്യ രക്ഷ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഈ നീതീകരണം ലഭിക്കുന്നത് സൗജന്യമാണ്. നിങ്ങൾ നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട്, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്ത് നിന്നുകൊണ്ട് ഇത് പ്രാപിക്കുവാൻ കഴിയും. ഞാൻ ഇപ്പം പറഞ്ഞു കണക്ക് എന്ത് വേണ്ട, ഇതിനു വേണ്ടി ഒരു കഷ്ടപ്പാടും പെടണ്ടേ, ഒന്ന് മനസ്സർപ്പിച്ചു കൊടുത്താൽ മതി. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുകൊള്ളട്ടെ, ഞങ്ങളിവിടെ വന്നത് മതം മാറ്റുവാനോ മനുഷ്യനെ മാറ്റുവാനോ അല്ലെങ്കിൽ നിങ്ങളെ ജാതി കുലം വർഗം ഒന്നും മാറ്റുവാനല്ല വന്നത്, നിങ്ങളുടെ മനസ്സിലെ ഇരുളിനെ മാറ്റുവാൻ. ഞങ്ങളുടെ മനസ്സിൽ ഇരുൾ മാറിയതുപോലെ, ഞങ്ങൾ ഇപ്പോൾ ആശ്വസിപ്പിക്കുന്ന സമാധാനം കിട്ടിയതുപോലെ നിങ്ങൾക്ക് ഉണ്ടാകുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇതിനെന്ത് വേണം? മനസ്സ് മാത്രം അർപ്പിച്ചു കൊടുത്താൽ മതി. വളരെ സൗജന്യമായ ഒന്നാണ്. ആരുടെയോ ജാതിയോ മതമോ വർഗമോ കുലമോ ഒന്നും മാറത്തില്ല. ആഫ്രിക്കയിലൊക്കെ മരഭോജികളായുള്ള മനുഷ്യരുണ്ടായിരുന്നു കേട്ടോ. അവരെ മനുഷ്യ സ്നേഹികളാക്കിയ ഒരു വചനമാണ് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. ഇന്ന് നമ്മൾ ഇരിക്കുന്ന ഈ കാലഘട്ടത്തില് അവർ മനുഷ്യരെ കൊന്നു തിന്നാതെ മനുഷ്യനെ സ്നേഹിക്കുന്നവരായി മാറിയത് ഈ യേശുവിന്റെ സന്ദേശമാണ്. ഇത് നമ്മളുടെ ഹൃദയത്തിലും രൂപാന്തരം ഉണ്ടാക്കും. ഇത് വളരെ സൗജന്യമാണ്. വിശുദ്ധ വേദപുസ്തകം വീണ്ടും ഇങ്ങനെ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാവുവാൻ അവൻ അധികാരം കൊടുത്തു. നമ്മൾ ഒന്നു മാത്രം ചെയ്താൽ മതി. ബൈബിൾ എന്ന് പറയുന്നത് നിങ്ങളൊന്ന് വിശ്വസിക്കാൻ മാത്രം ചെയ്താൽ നിങ്ങൾക്ക് ദൈവമക്കളായി തീരുവാൻ കഴിയുമെന്ന് ബൈബിൾ പറയുന്നു. പിന്നെ ഇങ്ങനെ പറയുന്നു, തന്റെ ഏകജനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇന്നിങ്ങനെ പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രേ, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. ഇവിടെ പറയുന്നത് എന്താണെന്നറിയാവോ? ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ സ്നേഹമാണ് നമുക്ക് കിട്ടിയ ഈ വിശ്വാസം മൂലം നമുക്ക് കിട്ടിയ രക്ഷ. ഇതിനു വേണ്ടി നമ്മുടെ പ്രവൃത്തിയോ ഒന്നും കൊടുക്കേണ്ടെന്നാണ് പറയുന്നത്. ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ജസ്റ്റുകൾ കാരണം പറയുന്നത്.
അവസാനമായി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. ഇത്രയുള്ള കാര്യം ഇതാണ് പറയാൻ വേണ്ടി ഞാൻ വന്നത്. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ മതി, രക്ഷ പ്രാപിക്കും. ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യം പാപത്തിന് മോചനം ഉണ്ടാകാൻ വേണ്ടി, പിതാവായ ദൈവത്തിന്റെ സ്നേഹം ലഭിക്കാൻ വേണ്ടി, പിതാവായ ദൈവത്തിന്റെ അടുക്കൽ പോയി സന്തോഷിക്കുവാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന ഏറ്റവും സൗജന്യമായ ഒരു രക്ഷ. അതിനുവേണ്ടി ഈ ഭൂമിയിൽ നമ്മൾ പ്രാപിക്കുന്ന കണക്ക് ഒന്നും ഒരു പ്രവൃത്തിയോ പണമോ സമ്പാദ്യമോ ഒന്നും വേണ്ട. ലളിതമായി നിങ്ങൾ നിൽക്കുന്നിടത്ത് ഞാൻ പറയുന്നത് പോലെ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. യേശുവേ കർത്താവേ, ഞാൻ വായ് കൊണ്ട് ഏറ്റു പറയുന്നു, അങ്ങേ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്നും ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ഞാൻ വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു എന്ന് ലളിതമായി ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളെല്ലാം ഉണ്ട് എങ്കിൽ തന്നെയും അതിന്റെ നടുവിൽ ദിവ്യമായ ഒരു സമാധാനം നമ്മുടെ മനസ്സിനുണ്ടാവും. വളരെ സന്തോഷപൂർവ്വമായി നമുക്ക് ജീവിക്കുവാൻ കഴിയും. ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രശ്നങ്ങളില്ലെന്നല്ല, ഞങ്ങൾക്ക് വേദനകളില്ലെന്നല്ല, രോഗങ്ങളില്ലെന്നല്ല, എല്ലാം ഞങ്ങൾ അതിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഞങ്ങളെ സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന ഒരു നിത്യജീവന്റെ രക്ഷ മനസ്സിൽ ലഭിച്ചതുകൊണ്ട് ഒരു ദിവ്യ സമാധാനം ഞങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അത് നിങ്ങൾക്കും ആ നിമിഷം പ്രാപിക്കുവാൻ കഴിയും. ഇത് ഈ നിമിഷം കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല കേട്ടോ. ഇനി വരുവാനിരിക്കുന്ന ഒരു രാജ്യമുണ്ട്. അതും കൂടെ പറയാതെ ഇത് അവസാനിപ്പിക്കുവാൻ കഴിയുകയില്ല. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, ജനനം മുതൽ മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു കാലചക്രത്തിൽ അവസാനിക്കുന്ന ഒന്നല്ല നമ്മുടെ ജീവിതം. നമ്മളെല്ലാം കരുതും മരണം കൊണ്ടെല്ലാം അവസാനിപ്പിക്കുമെന്ന്. കഷ്ടങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ ഒരു കയറിലോ വിഷമത്തിനോ അടിമയായിക്കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടം കൊണ്ട് അവസാനിക്കുമെന്ന് അവർ വിചാരിക്കും. നമ്മൾ ജീവിച്ച് മരിച്ചു കഴിയുമ്പോൾ അവിടം കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല നമ്മുടെ ജീവിതം. നിത്യമായ ഒരു രാജ്യമുണ്ട്, ഒരു ദൈവരാജ്യമുണ്ട്. അവിടെ പോയി നമുക്ക് പാർക്കുവാൻ കഴിയും. എന്താണ് ദൈവരാജ്യം? പിതാവായ ദൈവവും പുത്രനായ ക്രിസ്തുവും വസിക്കുന്ന വളരെ സന്തോഷപൂർവമായ ഈ രക്ഷ പ്രാപിച്ച വലിയൊരു സമൂഹത്തോടു കൂടെ ദൈവത്തിന്റെ അരികിൽ എപ്പോഴും സന്തോഷത്തോടെ കഴിയുവാൻ കഴിയുന്ന ഒരു നിത്യമായ രാജ്യം. അവിടേക്ക് നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ കഴിയും. പല മതങ്ങളും മോക്ഷം എന്ന് പറഞ്ഞ് പറയുന്ന വാക്കുണ്ടല്ലോ, ആ ഒരു മോക്ഷം ലഭിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അറിയണം. ആ മോക്ഷം നമ്മുടെ ആത്മാവിന് ലഭിക്കണമെങ്കിൽ, നമ്മുടെ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവമെന്ന് വായ് കൊണ്ട് ഏറ്റു പറഞ്ഞ് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയും. സ്വർഗത്തിൽ പോയി പിതാവിന്റെ കൂടെ, പിതാവായ സൃഷ്ടിതാവിന്റെ കൂടെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂടെ നിത്യമായ ഒരു ജീവിതം നമുക്ക് ലഭിക്കും. അതിനുവേണ്ടി നമ്മളെ ഏവരെയും ഒരുക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് BKC ജയദേശവാസികളോട് ഒരു സന്തോഷ വാർത്തയും കൂടെ അറിയിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിത്യരക്ഷ നിങ്ങൾക്ക് ലഭിക്കും എന്ന വലിയ സന്ദേശം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളോട് സംസാരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്കെ, താങ്ക് യു. ഞങ്ങൾ ഇവിടെ കടന്നു വന്നതിന്റെ വളരെ പ്രധാനമായ ഉദ്ദേശം, ഇപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ആശയം മനസ്സിലായി കാണുമല്ലോ. നിത്യമായ രക്ഷയുടെ ആ സന്ദേശം നമ്മളോട് പങ്കുവെച്ച ബ്രദർ ജോസിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തതായി ഞങ്ങളുടെ ടീമിന്റെ ഒരു ഗാനം നിങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നു. പാടാം നമ്മെ മറന്നു നമ്മൾ സ്തുതിക്കാം യേശുരാജനെ. പാടാം നമ്മെ മറന്നു നമ്മൾ സ്തുതിക്കാം യേശുരാജനെ. ജീവനായി സേനവും മുള്ളു സോദര ദൈവത്തെ ആരാധിക്കാം. ജീവനായി സേനവും മുള്ളു സോദര ദൈവ
ഈ സന്ദേശം നിങ്ങളോട് അറിയിച്ചിരിക്കുന്നത് നിങ്ങളുടെ ചിലരുടെയെങ്കിലും ഹൃദയങ്ങളെ ഇത് ഒരു പുതിയൊരു അനുഭവമായിരിക്കും. ഈ ചിന്തകളും ഈ പറഞ്ഞ സന്ദേശങ്ങളും നിങ്ങൾക്ക് കൂടുതലായി അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ എന്താണ് നിത്യമായ രക്ഷ, എന്താണ് നിത്യമായ ദൈവിക സന്തോഷം, ഇതിനെയൊക്കെ കുറിച്ച് കൂടുതലായി അറിയണമെങ്കിൽ ഞങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത് AG ചർച്ച് വെസ്റ്റ് കല്ലടയുടെ ആഭിമുഖ്യത്തിൽ ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള ഒരു ടീമാണ് ഞങ്ങൾ. അവിടെ ഒരു ദൈവദാസനും കുടുംബവുമായി താമസിക്കുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി തൊട്ട് 1 മണി വരെ അവിടെ ആരാധനയും, വെള്ളിയാഴ്ചകളിൽ 11 മണി തൊട്ട് 1 മണി വരെ അവിടെ അല്ലാത്ത മീറ്റിങ്ങുകളും നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയുവാനോ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ മറ്റോ അറിയിക്കുവാനോ ഉണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഈ സന്ദേശം നിങ്ങൾക്ക് ഒരു പുതിയ ഒരു മാറ്റത്തിന്റെ തുടക്കമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ദേശയാത്ര പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിനായി സിസ്റ്റർ സാലി തോമസിനെ ക്ഷണിക്കുന്നു. സ്തോത്രം ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യാസമയത്തിനായി സ്തോത്രം കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്ത് കർത്താവെ, സഭയാൻ കുടുംബങ്ങൾ ദൈവദാസനുമൊപ്പം കർത്താവെ ദേശത്തെ കടന്നു വന്ന കർത്താവിന്റെ വചനങ്ങൾ കർത്താവെ പ്രഘോഷിപ്പിക്കാനും കർത്താവെ ആത്മീയ ഗാനങ്ങൾ ആലപിക്കാനൊക്കെ ദൈവം ഒരുക്കി തന്ന വില സമയത്തിനായി നന്ദിയോടെ സ്തോത്രം കർത്താവെ. കേൾക്കപ്പെട്ട വചനങ്ങൾ കർത്താവെ അനേക ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതായി തീരാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ വചനങ്ങൾ ഒന്നുപോലും നിഷ്ഫലമായി 130 മേനിയായി വിളയുവാൻ തക്കോണം ദേശത്ത് കർത്താവെ അനേകർ മാനസാന്തരപ്പെടുവാൻ, ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിപ്പാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകണമേ നന്ദിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ ദിവസവും കർത്താവ് ഈ ദേശത്തിന് മുമ്പിൽ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിപ്പാൻ തക്കോണം അനേകരെ ഒരുക്കിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവം ചെയ്യുന്ന സകല ഉപകാരങ്ങൾക്ക് നന്ദിയുള്ളവരായിരിക്കാൻ തക്കോണം ക്രിസ്തുയേശുവിൽ ജീവികൾ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ കർത്താവെ. ഈ ലോകം കർത്താവെ ശാശ്വതമല്ല കർത്താവെ. ഞങ്ങൾക്ക് ഒരു നിത്യഭവനം ഉണ്ടെന്ന് മനസ്സിലാക്കി അതിലേക്ക് പ്രവേശിപ്പാൻ തക്കോണം കർത്താവ് ദേശത്ത് അനേകർ കടന്നു വരുവാൻ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇത്രത്തോളം സമയം ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തി നിർത്തിയതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് കർത്താവെ. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകൾ യാചനകൾ കേട്ട് ഞങ്ങൾക്ക് മറുപടി തന്നു കർത്താവെ. ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനൊക്കെ ഞങ്ങളെ കടപ്പെട്ടിരിക്കാൻ കർത്താവ് അതിനുവേണ്ടി ഒരുക്കമുള്ളവരായിരിക്കാനും ദൈവം സഹായിക്കേണ്ടത് ഞങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന യാചന കേട്ട സ്നേഹത്തിനായി സ്തോത്രം യേശു ക്രിസ്തുവിന്റെ വിലയേറിയ എന്നുള്ള നാമത്തിൽ തന്നെ. യേശുക്രിസ്തു പാപികളെ, യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശുക്രിസ്തു വശമാവിനെ, യേശുക്രിസ്തു രാജാവായി അവനെ എതിരേൽപ്പാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.